ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവവചനവുമായി എല്ലാവരുടെയും മുമ്പിൽ വരാൻ കർത്താവ് തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, അടിയൻ ഇന്ന് വചനം പറയുമ്പോൾ വചനം ശക്തിയോടും ബഹുനിശ്ചയത്തോടും ദൈവാത്മാവിൻ്റെ ശക്തിയോടും കൂടെ പുറപ്പെടുന്നതുകൊണ്ട് സ്തുതിക്കുന്നു. അടിയൻ്റെ പ്രിപ്പറേഷൻ അല്ല, അങ്ങനെ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നതുകൊണ്ട് സ്തുതിക്കുന്നു. അങ്ങനെ വചനം ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചണം. വചനം ക്രിയ ചെയ്യട്ടെ, പ്രവർത്തിക്കട്ടെ, വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. അങ്ങയുടെ വലിയ പ്രവർത്തിക്കാൻ സ്തുതി. അടിയനിലൂടെ അങ്ങയുടെ ആത്മാവ് ശക്തമായി സംസാരിക്കുന്നതുകൊണ്ട് സ്തുതിക്കുന്നു. വചനം ക്രിയ ചെയ്യുന്നതുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. സകല മഹത്വം അങ്ങേക്കുന്ന എല്ലാം നസ്രാനെ യേശുക്രിസ്തുവിനാൽ തന്നെ ആമേൻ. ഇപ്പം ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വാക്യം വായിക്കാം. 119 സങ്കീർത്തനം 72 വാക്യം. 1000 പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്കുത്തമം. 1000 പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്കുത്തമം. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു, ഈ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബൈബിൾ ഒരു സൈഡിലും മറ്റേ സൈഡിൽ 1000 പൊൻവെള്ളി നാണ്യം. അത് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ 1 lakh rupees അല്ലെങ്കിൽ $1000, 1 lakh rupees അല്ലെങ്കിൽ $1000 ഇപ്പുറത്തൊരു ബൈബിളും വെച്ചിട്ട് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1000 പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. അപ്പം അങ്ങനെ വെച്ചേക്കുവാണെ നാം ഏത് തിരഞ്ഞെടുക്കും? 1 lakh rupees ഉണ്ട്, ഇപ്പുറത്ത് ബൈബിളുണ്ട്, അല്ലെങ്കിൽ $1000 ഉണ്ട്, ഇപ്പുറത്ത് ബൈബിളുണ്ട്. നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബൈബിളാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ എത്ര പേര് തിരഞ്ഞെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ബൈബിള് തിരഞ്ഞെടുക്കത്തില്ല. ഞാൻ $1000 അല്ലെങ്കിൽ 1 lakh rupees തിരഞ്ഞെടുക്കും. കാരണം എൻ്റെ ചിന്തയിൽ 1 lakh rupees കൊണ്ട് എനിക്ക് എത്രയോ ബൈബിള് മേടിക്കാം, അല്ലെങ്കിൽ $1000 കൊണ്ട് എത്രയോ ബൈബിള് മേടിക്കാം. അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ഈ ബൈബിൾ എടുക്കത്തില്ല. 1000 പൊൻവെള്ളി നാണയം അല്ലെങ്കിൽ ഈ കോണ്ടെക്സ്റ്റ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന 1 lakh rupees അല്ലെങ്കിൽ $1000 എടുത്തു ഞാൻ ബൈബിൾ എടുക്കത്തില്ല. കാരണം എൻ്റെ ലോജിക്കലി 1 lakh rupees കൊണ്ട് എത്രയോ ബൈബിളുകൾ മേടിക്കാം, ബാക്കി എനിക്ക് കൈവെക്കുകയും ചെയ്യാം. അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ബൈബിൾ എടുക്കത്തില്ല. പക്ഷേ ഈ വാക്യം എന്ത് പറയും? 119 സങ്കീർത്തനം 72 വാക്യം നാം വായിച്ചത്, 1000 പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്കുത്തമം. അപ്പം എന്താണ് അർത്ഥമാക്കുന്നത്? ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വേറൊരു വായിക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൂടെ സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്താണിത് അർത്ഥമാക്കുന്നത്? ഇതെന്താണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് വെച്ചാൽ, ഈ ഭാഗത്ത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്ന എഴുതിയിരിക്കുന്നു. ആ വചനം എന്ന വാക്കിന് ഗ്രീക്കിൽ റീമ അഥവാ സ്പോക്കൺ വേർഡ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓ പ്രൈസ് ദി ലോർഡ്. ബൈബിൾ, നമ്മൾ ബൈബിൾ നോക്കുകയാണെങ്കിൽ ഒരു പുസ്തകം, കർത്താവിൻ്റെ വചനമാണ്, ഡെഫിനറ്റ്ലി ആണ്. അതിനെ വേദപുസ്തകത്തിൽ ജനറലി യൂസ് ചെയ്തിരിക്കുന്ന പദം ലോഗോസ് ആണ്, അഥവാ റിട്ടൺ വേർഡ്, എഴുതിയിരിക്കുന്ന വചനം എന്നാണ്. എന്നാൽ ഈ വേദഭാഗത്തിൽ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്ന എഴുതിയിരിക്കുന്നത് വചനം എന്ന വാക്കിന് ഗ്രീക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് ലോഗോസ് അഥവാ റിട്ടൺ വേർഡ് അല്ല,
മറിച്ച് റീമ അഥവാ സ്പോക്കൺ വേർഡാണ്. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോഗോസ് ആയിരുന്നാൽ അല്ലെങ്കിൽ റിട്ടേൺ വേർഡായി മാത്രം ഇരുന്നാൽ അത് നമുക്ക് പ്രയോജനം ചെയ്യത്തില്ല, നമ്മുടെ ജീവിതത്തിൽ സഹായിക്കത്തില്ല. പക്ഷേ ഈ റിട്ടേൺ വേർഡ് ലോഗോസ് റീമ അഥവാ സ്പോക്കൺ വേർഡ് ആകുമ്പോഴാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്, നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മിൽ വിശ്വാസമായി മാറുന്നത്. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. നമ്മൾ നേരത്തെ വായിച്ചത് 119-72 വാക്യം, നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്കുത്തമം. ഇത് രണ്ടും കാണിക്കുന്നത് റിട്ടേൺ വേർഡ് അഥവാ ലോഗോസ് അല്ല. ലോഗോസ് നമുക്ക് ബൈബിൾ എത്രയുള്ള കാശ് കൊണ്ട് മേടിക്കാം. പക്ഷേ ഇത് രണ്ടും കാണിക്കുന്നത് റീമ അഥവാ സ്പോക്കൺ വേർഡാണ്. ദൈവവചനം നമ്മൾ റിട്ടേൺ വേർഡായ ലോഗോസ് നമ്മിൽ വ്യാപരിക്കുന്ന ആ ലോഗോസ് റിട്ടേൺ വേർഡ് റീമ അഥവാ സ്പോക്കൺ വേർഡായി മാറുമ്പോഴാണ് അത് നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന, നമ്മെ ശക്തീകരിച്ച് കർത്താവ് നമ്മളെ കൊണ്ട് വൻ കാര്യങ്ങളെ ചെയ്യിപ്പിക്കും. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കലും ഞാൻ പറയട്ടെ, നാം നേരത്തെ കണ്ട എക്സാമ്പിൾ ബൈബിളും 1,00,000 റുപ്പീസും അല്ലെങ്കിൽ $1,000 ആയിട്ട് വെക്കുമ്പോൾ നാം ബൈബിൾ $1,000 അതോ 1,00,000 റുപ്പീസ് എടുക്കുന്നതിൻ്റെ കാരണം ആ ബൈബിൾ ഒരു ലോഗോസ് അഥവാ റിട്ടേൺ വേർഡാണ്. ഈ ലോഗോസ് അല്ല നമ്മളെ ജീവിപ്പിക്കുന്നത്, മറിച്ച് ഈ ലോഗോസ് അഥവാ റിട്ടേൺ വേർഡ് റീമ അഥവാ സ്പോക്കൺ വേർഡായി നമ്മുടെ ഉള്ളിൽ കയറുമ്പോഴാണ് അത് വിശ്വാസമായി മാറുന്നത്, അത് നമ്മളെ ശക്തീകരിക്കുന്നത്, നമ്മളെ ബലപ്പെടുത്തുന്നത്, നമുക്ക് ആത്മീക വർധന വരുത്തുന്നത്. ഇത്രയും നമ്മൾ കണ്ടു. ചെറിയൊരു കാര്യമാണെങ്കിലും വലിയൊരു മർമ്മമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ആ വചനം ലോഗോസ് അല്ല, റീമയാണ്. ഈ എഴുതിയിരിക്കുന്ന വചനം ലോഗോസ് അഥവാ റിട്ടൺ വേർഡ്, റീമ അഥവാ സ്പോക്കൺ വേർഡ് നമ്മുടെ ഉള്ളിൽ കയറുമ്പോഴാണ് ആ വചനം നമ്മളെ ശക്തീകരിക്കുന്നത്, ബലപ്പെടുത്തുന്നത്, നമ്മൾ വിശ്വാസ വർധന ഉണ്ടാക്കുന്നത്. ഇത്രയും കണ്ടപ്പോൾ വലിയൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഈ ലോഗോസ് അഥവാ റിട്ടൺ വേർഡ് നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന റീമയായി മാറുന്നത്? ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഞാൻ പറയാം, ദൈവത്തിൻ്റെ എഴുതിയിരിക്കുന്ന വചനം ലോഗോസ് എങ്ങനെയാണ് നമ്മെ ശക്തീകരിക്കുന്ന റീമ അഥവാ സ്പോക്കൺ വേർഡായി മാറുന്നത്? നമുക്ക് അതിനോട് ബന്ധപ്പെട്ട് വേറൊരു വാക്യം വായിക്കാം. രണ്ട് വാക്യങ്ങളും ഓൾമോസ്റ്റ് ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. 1 പത്രോസ് 2-ാം 2-3 വാക്യങ്ങൾ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അതിനോട് ബന്ധപ്പെട്ട ഒരു വാക്യങ്ങൾ വായിച്ചിട്ട് മുന്നോട്ട് പോകും. യാക്കോബിൻ്റെ ലേഖനം 1-ാം 21-ാം വാക്യം. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടുന്നതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. വചനമില്ലാത്ത മായമില്ലാത്ത പാൽ കൊടുപ്പാൻ വാഞ്ചിപ്പിൻ. സകല ദുഷ്ടതയും വിട്ട് വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എന്താണ് നമുക്കിത് മനസ്സിലാകുന്നത്? ദാഹത്തോടെ നമ്മളെ പഴയ ചിന്താതികളെ വിട്ടുകൊണ്ട്, പഴയ ദുഷ്ടതയെല്ലാം വിട്ടുകൊണ്ട് ദാഹത്തോടെ വചനം വായിക്കുമ്പോൾ, വചനം ഏറ്റെടുക്കുമ്പോഴാണ് ഈ ലോഗോസ് അഥവാ റിട്ടൺ വേർഡ് നമ്മുടെ ഉള്ളിൽ റീമയായി മാറുന്ന. ആ റീമയാണ് നമുക്ക് ആത്മീക വർധന വരുത്തുന്നത്. ഓ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഞാൻ പറയാം, നാം കണ്ടു ലോഗോസ് അഥവാ റിട്ടൺ വേർഡ് അല്ല നമ്മളെ ബലപ്പെടുത്തുന്ന, മറിച്ച് ഈ ലോഗോസ് റീമയായി നമ്മൾ ഉള്ളിൽ വരുന്ന റീമ അഥവാ സ്പോക്കൺ വേർഡായി നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് അത് നമ്മളെ ശക്തീകരിക്കുന്നത്,
അപ്പം നാം ചിന്തിക്കാൻ എങ്ങനെയാണ് എഴുതിയിരിക്കുന്ന ലോഗോസ് റീമയായി മാറുന്നത് നാം കണ്ടു. രക്ഷയ്ക്ക് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ, സകല ദുഷ്ടതയും മാറ്റി നിർത്തി വചനം നിങ്ങളുടെ ശക്തികൾ വചനം സൗമ്യതയോടെ കൈക്കൊള്ളും. നാം വചനം ദാഹത്തോടെ വായിച്ച് കൈക്കൊള്ളുമ്പോഴാണ് അതിൻ്റെ ലോഗോസ് നമ്മുടെ ഉള്ളിൽ റീമയായി മാറുന്നു. വചനം വെറുതെ വായിച്ചത് കൊണ്ടോ കേട്ടത് കൊണ്ടോ എഴുതിയിരിക്കുന്ന ലോഗോസ് റീമയായി മാറണമെന്നില്ല. ദാഹത്തോടെ സകല ദുഷ്ടയെ മാറ്റി ദാഹത്തോടെ വചനം കൈക്കൊള്ളുമ്പോഴാണ് ആ ലോഗോസ് റീമയായി മാറുന്നത്. ഈ റീമയാണ് നമ്മളെ ശക്തീകരിക്കുന്നതെന്ന്, നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മെ വിശ്വാസവർദ്ധന ഉണ്ടാക്കുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ പാരമ്പര്യ സഭയുടെ ഭാഗമായിരുന്ന സമയത്ത് എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമായിരുന്നു. ഇംഗ്ലീഷ് ബൈബിളും വായിക്കുമായിരുന്നു, മലയാളം ബൈബിളും വായിക്കുമായിരുന്നു. ബൈബിള് എനിക്ക് തോന്നുന്നു കുറേ ഭാഗങ്ങൾ, പുതിയ നിയമമൊക്കെ വായിക്കാൻ അധികമൊന്നും മനസ്സിലാകത്തില്ലായിരുന്നു. പക്ഷേ ഈ ലോഗോസ് അഥവാ റിട്ടേൺ വേർഡ് വായിച്ചുകൊണ്ട് എനിക്കത് ഗുണം ചെയ്തില്ല. കാരണം ഞാൻ എല്ലാ ദിവസവും ഒരു ഫോർമാലിറ്റി പോലെ വായിക്കുമായിരുന്നു. മിക്ക കാര്യങ്ങളും മനസ്സിലാകത്തില്ല. സത്യം പറഞ്ഞാൽ മനസ്സിലാകണമെന്ന് വലിയ ആഗ്രഹമില്ല. കർത്താവിന് ദാഹത്തോടെ വായിച്ചുമില്ല. ആ രക്ഷയുടെ ഒക്കെ വചനങ്ങൾ ഉണ്ടായിട്ട് ഇന്നെൻ്റെയിലുള്ള അതേ ബൈബിൾ അന്നും വായിച്ചുകൊണ്ടിരുന്നു. അതേ ഒരു മാറ്റവും ഇല്ലാണ്ട് രക്ഷയുടെ വചനങ്ങളും എല്ലാം എൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷെ ഒന്നും മനസ്സിലായില്ല. മനസ്സിലാകണമെന്ന് ആഗ്രഹവും ഇല്ല. ദാഹത്തോടെ വായിച്ചുമില്ല. ആ ലോഗോസ് വെറും ലോഗോസായി മാത്രം ഇരുന്നു. അതെനിക്ക് ഗുണം ചെയ്തില്ല. അത് ദാഹത്തോടെ വായിക്കാത്തതുകൊണ്ട്, ദാഹത്തോടെ വാഞ്ചയോടെ കൈക്കൊള്ളാത്തതുകൊണ്ട് ആ ലോഗോസായി തന്നെ ഇരുന്നു. അത് റീമയായി മാറിയില്ല. ആ വചനം എനിക്ക് ഗുണം ചെയ്തില്ല. അത്രയും നാളുകൾ ഞാൻ രക്ഷിക്കപ്പെടാതെ ഇരുന്നു. ആ വചനം എന്നിൽ ക്രിയ ചെയ്തില്ല. ആ വചനത്തിൻ്റെ കുഴപ്പമല്ല. ദാഹത്തോടെ വാഞ്ചയോടെ വചനം കൈക്കൊള്ളുമ്പോൾ മാത്രമേ ആ ലോഗോസ് നമ്മെ മാറ്റുന്ന, നമുക്ക് ആത്മീക വർധന വരുന്ന റീമയായി മാറുകയുള്ളൂ. അല്ലെങ്കിൽ ആ ലോഗോസായി തന്നെ ഇരിക്കും. അത് നമുക്ക് ഗുണം ചെയ്യണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ നമ്മൾ വാഞ്ചയോടെ വചനം കൈക്കൊള്ളുമ്പോഴാണ് അത് റീമയായി മാറുന്നത്. അത് നമ്മുടെ ആത്മാവിന് ഭക്ഷണം ആയിട്ട് മാറും. നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തി നമ്മൾ ആത്മീക വർധനയും വിശ്വാസ വർധനയും ചെയ്യും. ദാഹത്തോടെ വാഞ്ചയോടെ ലോഗോസ് അഥവാ വചനം കൈക്കൊള്ളുമ്പോൾ മാത്രമേ അത് നമുക്ക് റീമയായി മാറുകയുള്ളൂ. ഈ റീമ അഥവാ സ്പോക്കൺ വേർഡാണ് നമുക്ക് ആത്മീക വർധന വരുന്നത്. വെറും ഫോർമാലിറ്റി കൊണ്ട് വചനം വായിച്ചുകൊണ്ടോ, ദാഹമില്ലാതെ വെറുതെ വായിച്ചുകൊണ്ടോ ഈ ലോഗോസ് റീമയാകണമെന്നില്ല. നമുക്ക് ഗുണം ചെയ്യണമെന്നില്ല. ഒരു ഉദാഹരണം ഞാൻ കണ്ടു. പാരമ്പര്യ സഭയുടെ ഭാഗമായ സമയത്ത് വെറും വചനം ഇത്രത്തോളം വായിച്ചിരുന്നു. ഒരു ദാഹവും ഇല്ല, ഒന്നുമില്ലാതെ വായിച്ചു. ഈ ലോഗോസ് എനിക്ക് ഗുണം ചെയ്തില്ല. ഇത്രയും നമ്മൾ കണ്ടു. കണ്ടത് വളരെ ചെറിയൊരു കാര്യമാണ്, ചെറിയ കാര്യമുള്ളൂ, എങ്കിലും വളരെ വലിയൊരു മർമ്മമാണ്. കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. അത് ലോഗോസ് അഥവാ റിട്ടേൺ വേർഡല്ല, മറിച്ച് അത് റീമ അഥവാ സ്പോക്കൺ വേർഡ്. നാം വാഞ്ചയോടെ ദാഹത്തോടെ വചനം കൈക്കൊള്ളുമ്പോൾ മാത്രമേ ഈ ലോഗോസ് റീമയായി മാറുകയുള്ളൂ. ഈ റീമയാണ് നമ്മളെ നടത്തുന്നത്, നമുക്ക് ആത്മീക വർധന വരുത്തുന്ന, നമുക്ക് വിശ്വാസ വർധന വരുത്തുന്ന. അപ്പം ഇതിനോട് ബന്ധപ്പെട്ട് ഒരു വേദഭാഗം കൂടെ വായിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടത് നീ രാവും പകലോ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഭയപ്പെടുന്നതും ഭ്രമിക്കുകയും വരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ന്യായപ്രമാണ പുസ്തകത്തിലുള്ള നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നതിലൊക്കെയും പ്രമാണിച്ച് നടക്കാൻ നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് മനസ്സിലാക്കുന്നത് ന്യായപ്രമാണ വലിയൊരു മർമ്മം ഇതിനകത്തുണ്ട്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെന്ന് നാം പറയുമ്പോൾ നമ്മുടെ വാക്കുകളിൽ അത് പ്രതിഫലിക്കുന്നില്ല. ഈ വേദഭാഗത്തിന് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം വചനം കേട്ടത് കൊണ്ടോ വായിച്ചത് കൊണ്ടോ മാത്രമായില്ല. ആ കേട്ട വചനം കൈക്കൊണ്ട് വിശ്വസിച്ച് നമ്മുടെ വാക്കുകളിൽ അത് പ്രതിഫലിക്കുമ്പോഴാണ് ആ എഴുതിയിരിക്കുന്ന വചനം ലോഗോസ് റീമയായി മാറുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ പറയട്ടെ, വചനം കേട്ടത് കൊണ്ടോ വെറുതെ വായിച്ചതുകൊണ്ടായില്ല. വചനം കൈക്കൊണ്ട് വിശ്വസിച്ച് ആ വിശ്വാസം നമ്മുടെ വാക്കുകളിൽ പ്രതിഫലിക്കുമ്പോഴാണ് ഈ ലോഗോസ് കൂടുതൽ റീമയായി മാറുന്നത്. ഈ റീമയാണ് നമുക്ക് ആത്മീക വർധനവ് വരുത്തുന്നത്. പലപ്പോഴും നാം കേൾക്കും, വായിക്കും, നാം കൈക്കൊണ്ട് വിശ്വസിക്കുമ്പോഴോ നമ്മുടെ വാക്കുകളിൽ അത് പൂർണ്ണമായിട്ടും പ്രതിഫലിക്കുന്നില്ല. പക്ഷേ നാം ഈ വചനം ദാഹത്തോടെ വായിച്ച് വിശ്വസിച്ച് കൈക്കൊണ്ട് അത് നമ്മുടെ വാക്കുകൾ പ്രതിഫലിക്കുമ്പോഴാണ് ആ ലോഗോസ് റീമയായി മാറുന്നത്. ഈ റീമയാണ് നമുക്ക് ആത്മീക വർധനവ് വരുത്തുന്നത്. ഇതിനോട് ബന്ധപ്പെട്ട് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യുന്ന വേറൊരു വേദഭാഗം കൂടെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യം. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ ദോഷമായതിൽ ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. നാം വചനം വായിച്ച് ദാഹത്തോടെ കൈക്കൊണ്ട് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വചനം നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ വാക്കുകളിൽ അത് പ്രതിഫലിക്കുമായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴാണ്, ഇങ്ങനെ ആ വാക്കുകളിൽ വിശ്വാസം പ്രതിഫലിക്കുമ്പോൾ കൂടുതൽ എഴുതിയിരിക്കുന്ന വചനം നമ്മുടെ പ്രവർത്തിക്കുന്ന റീമ സ്പോക്കൺ വേർഡായി മാറുന്ന ഇതാണ് നമുക്ക് ആത്മീക വർധന വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞ വചനം ദാഹത്തോടെ വിശ്വാസത്തോടെ കൈക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ വാക്കുകളിൽ പ്രതിഫലിക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എഴുതിയിരിക്കുന്ന വചനം ലോഗോസ് കൂടുതൽ നമ്മുടെ ഉള്ളിൽ റീമയായി മാറുന്നത്. ഈ റീമയാണ് നമുക്ക് ആത്മീക വർധന വരുത്തുന്നത്, നമ്മൾ വിശ്വാസ വർധന ഉണ്ടാക്കുന്നത്. പലപ്പോഴും ഇതാണ് ഞാൻ കാണുന്നത്. പലപ്പോഴും നമ്മുടെ വാക്കുകളിൽ ഈ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ, ദൈവവചനം കാണുന്നില്ല. നേരത്തെ കണ്ടല്ലോ, ഈ ന്യായപ്രമാണ പുസ്തകത്തിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് നമുക്ക് വചനം ദാഹത്തോടെ കൈക്കൊള്ളാം, ദാഹത്തോടെ വായിക്കാം. ആ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ, നമ്മുടെ വാക്കുകൾ പ്രതിഫലിക്കട്ടെ, കൂടുതൽ ലോഗോസ് റീമയായി മാറട്ടെ. ഇതിനോട് ബന്ധപ്പെട്ട് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യുന്ന ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. 37-ാം സങ്കീർത്തനം 30-31 വാക്യങ്ങൾ. നീതിമാന്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കുന്നു, അവൻ്റെ അധരം നീതിമാന്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കുന്നു, അവൻ്റെ എൻ്റെ റെഫറൻസ് അത്ര എടുത്തില്ല. നീതിമാന്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കുന്നു, അവൻ്റെ നാവ് ന്യായം സംസാരിക്കുന്നു. തൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവൻ്റെ ഹൃദയത്തിലുണ്ട്, തൻ്റെ കാലടികൾ വഴുതുകയില്ല. നീതിമാന്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കുന്നു, അവൻ്റെ നാവ് ന്യായം സംസാരിക്കുന്നു. എന്തുകൊണ്ട്? അടുത്ത വാക്യം ക്ലാരിഫൈ. തൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവൻ്റെ ഹൃദയത്തിലുണ്ട്, അവൻ്റെ കാലടികൾ വഴുതുകയില്ല. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ് നമുക്ക് ദൈവവചനം ദാഹത്തോടെ വായിക്കാം, ദാഹത്തോടെ കൈക്കൊള്ളാം. അത് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കട്ടെ. ഹൃദയം നിറഞ്ഞ് കവിയുന്ന നമ്മുടെ വാക്കുകളിൽ ആ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ
വ്യാപരിക്കട്ടെ. കൂടുതൽ കൂടുതൽ ആ വചനം എഴുതിയിരിക്കുന്ന ലോഗോസ് നമ്മുടെ ഉള്ളിൽ റീമയായി മാറട്ടെ. എന്നോട് ബന്ധപ്പെട്ട് ഈ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യുന്ന ഒരു വേദഭാഗം കൂടെ വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ അതെന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. വചനം നിനക്ക് സമീപമായി, നിന്റെ ഹൃദയത്തിൽ മാത്രമല്ല, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നു. നമുക്ക് ദൈവവചനം ദാഹത്തോടെ വായിക്കാം, ദാഹത്തോടെ കൈക്കൊള്ളാം. ആ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ, നമ്മുടെ വാക്കുകൾ പ്രതിഫലിക്കട്ടെ. കൂടുതൽ കൂടുതൽ എഴുതിയിരിക്കുന്ന വചനം നമ്മുടെ ജീവിതത്തെ മാറ്റിപ്പറിക്കുന്ന റീമയായി മാറട്ടെ. അപ്പം നാം എന്തൊക്കെ ഉണ്ട്, ഒരു ക്വിക്ക് റീക്യാപ്പ് എടുത്തിട്ട് മുന്നോട്ട് പോവാം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ഇത് വെറുതെ എഴുതിയിരിക്കുന്ന ലോഗോസ് റിട്ടൺ വേർഡ് മാത്രമല്ല, മറിച്ച് റീമ അഥവാ സ്പോക്കൺ വേർഡാണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്ന ദൈവവചനം ലോഗോസ് റീമയായി മാറ്റുന്നത്? നാം വചനം ദാഹത്തോടെ വായിച്ച്, ദാഹത്തോടെ കൈക്കൊണ്ട്, ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റെടുത്ത്, നമ്മുടെ ഹൃദയം വചനം കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ വാക്കുകളിൽ പ്രതിഫലിക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ കൂടുതൽ വചനത്തിലെ ലോഗോസ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന റീമ അഥവാ സ്പോക്കൺ വേർഡായി മാറും. എന്നോട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു, ഞാനൊരു സാക്ഷ്യം വാട്സാപ്പിൽ ഒരാളയച്ച് ഞാൻ കേൾക്കാനിടയായി. ആ സാക്ഷി ഈ സമയത്ത് ഇതിനോട് ബന്ധപ്പെട്ട് വളരെ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. റോബർട്ട്സ് എന്നൊരു മനുഷ്യനാണ്, അമേരിക്കയിലാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു ബ്ലാക്ക് മാൻ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദർ ഒരു വൈറ്റ് ലേഡി ആയിരുന്നു. അന്നേരം അവർ കല്യാണം കഴിച്ചു. പക്ഷേ അന്നേരം ആ സമയത്ത് അമേരിക്കയിൽ അത് ആക്സെപ്റ്റബിൾ അല്ലായിരുന്നു. ആരോ അറിഞ്ഞു, അവർ സീക്രട്ടായിട്ട് കല്യാണം കഴിച്ചു. പക്ഷെ ആരോ അറിഞ്ഞു, എന്തോ പുള്ളി അറിയാതെ ആരെയോ അടിക്കുകയോ എന്തോ ചെയ്തു. വളരെ ബുദ്ധിമുട്ട് ആ ഫാമിലി അനുഭവിച്ചു. അദ്ദേഹത്തെ ജയിലിലിട്ടു. പുള്ളിക്കാരിക്ക് വലിയ രോഗമായി, 7 മക്കളുണ്ട്. വളരെയധികം അവർക്ക് ജീവിക്കാൻ പറ്റാതെയായി. അപ്പം 7 മക്കളിൽ ഒരാൾ, ഒരു മകള് വേശ്യാവൃത്തി പോകേണ്ടി വന്നു. അവസാനം വേശ്യാവൃത്തി പ്രഗ്നൻ്റായപ്പോൾ ആ ബേബിയെ അവർ കൊല്ലാനാവുന്നത്ര നോക്കി ഇടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ആ ബേബി മരിച്ചില്ല. ബേബി പുറത്തു വന്നു. ആ ബേബി പുറത്തു വന്നപ്പോൾ ബേബിക്ക് ആകെപ്പാടെ പ്രോബ്ലംസ്, പാൻക്രിയാസിന് പ്രശ്നം, എന്തൊക്കെയോ പ്രശ്നം, വളരെയധികം മെഡിക്കൽ പ്രോബ്ലംസ്. ബേബി വളർന്നു വന്നപ്പോഴേക്കും ഒരു സ്കൂളിൽ ആ ബേബിയെ ടീച്ചർ ഉപദ്രവിക്കുകയായിരുന്നു. പക്ഷേ സ്കൂളിലെത്തിയ വേറൊരു സ്ത്രീ ഈ വളർന്നു വന്ന ആ കുട്ടിയുടെ അടുത്ത് ദൈവജനത്തിൻ്റെ സ്റ്റോറീസൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഗിദെയോൻസ് ബൈബിൾ ഈ കുട്ടിയുടെ കൊടുത്തു. അപ്പം വേറൊന്നുമില്ല, ഒരു ദൈവജനം കേൾക്കാനുള്ള അവസരമൊന്നുമില്ല, ഒരു ഗിദെയോൻസ് ബൈബിൾ മാത്രം. ഈ കുട്ടി ഗിദെയോൻസ് ബൈബിൾ വാങ്ങി, ഗിദെയോൻസ് ബൈബിൾ വായിച്ചു. ഗിദെയോൻസ് ബൈബിളിലെ അനേക ദൈവജനത്തിലെ ഭാഗങ്ങൾ ഈ കുട്ടി മെമ്മറൈസ് ചെയ്ത് ഈ കുട്ടിക്ക് മനസ്സിലായി, ദൈവവചനം ആ കുട്ടിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മനസ്സിലായി. ആ കുട്ടിക്ക് നല്ലൊരു ബോൾഡ്നെസ് വന്നു, കോൺഫിഡൻസ് വന്നു. ആ കുട്ടിയുടെ ക്യാരക്ടർ തന്നെ മാറി. കുട്ടി എനിക്ക് മനസ്സിലാവുന്ന സകല പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ആ കുട്ടി ഇന്ന് വലിയൊരു ശുശ്രൂഷകനാണ്. ആ കുട്ടി ഈ സാക്ഷ്യം ശരിക്കും ആ കുട്ടി വലുതായതാണ്. റോബർട്ട്സ് മനുഷ്യൻ, ആ കുട്ടി വലുതായത്. അദ്ദേഹം വളരെ ബോൾഡ്നെസ്സോടെ ദൈവവചനം സംസാരിക്കും. അദ്ദേഹത്തിന് വിക്കുണ്ടായിരുന്നു, വിക്ക് മാറി. ഇന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള അനേകരും കുടുംബത്തിലെ എല്ലാവരും രക്ഷയെ വരാൻ ഇടയായി തീർന്നു. ആ ദൈവവചനം എഴുതിയിരിക്കുന്ന വചനത്തെ വാഞ്ചയോടെ ഹൃദയത്തിൽ നിറച്ച് ലോഗോസ് റീമയാക്കി മാറ്റി. ശരിക്കും ഒരു വലിയ മാറ്റം, ഒരു വലിയ റെവല്യൂഷണറി ചേഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നാം കാണാനിടയായി. ദൈവവചനം വാഞ്ചയോടെ ഏറ്റെടുത്ത്
നമ്മുടെ ഹൃദയം ദൈവവചനത്താൽ നിറച്ച് ലോഗോസ് നമുക്ക് റീമയാക്കി മാറ്റാം. ദൈവത്തിന് സ്തോത്രം. ഇതിനോട് ബന്ധപ്പെട്ട് വേറൊരു എക്സാമ്പിളോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ടോമി ഹിക്സ് എന്നൊരു ദേവദാസൻ അർജന്റീന എന്ന ദേശത്ത് വലിയൊരു ഉണർവിന് ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചാണ്. ഉണർവിനെ പറ്റി ഞാൻ ജസ്റ്റ് 1954 തോന്നുന്നു വേറെ ദേവദാസനെ കിട്ടാത്തതുകൊണ്ട് ഇവർ അർജന്റീനിയൻ ചർച്ച് ഇദ്ദേഹത്തെ വിളിച്ചാണ്. 8,000 പേരെങ്കിലും സുവിശേഷം കേൾക്കും എന്നൊരു പ്രതീക്ഷയെ വിളിച്ചു. ആദ്യത്തെ ദിവസം എത്രയോ എനിക്ക് തോന്നുന്നൊരു 45,000 ഫ്ലയർ അവരുണ്ടാക്കി, മാക്സിമം ലിമിറ്റ് രീതി. ആദ്യത്തെ ദിവസം 8,000 പേരെത്തി. എന്നിട്ട് തന്നെ അർജന്റീനിയൻ ചർച്ചിലെ ആൾക്കാർ ഹാപ്പിയാണ്, ഇത്രയും പേരെങ്കിലും വന്നു. പക്ഷെ കർത്താവ് അതിശക്തമായിട്ട് ഈ ടോമി ഹിക്സ് എന്ന ദേവദാസനെ ഉപയോഗിച്ചു. 8,000 പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 2 ലക്ഷമായി. സഭകൾ നിറഞ്ഞു കവിഞ്ഞു, ബൈബിളുകൾ വിറ്റുപോയി, കിട്ടാത്ത ഒരു അവസരം വന്നു. കർത്താവ് അതിശക്തമായിട്ട് ഉപയോഗിച്ചൊരു ദേവദാസൻ. അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ, അദ്ദേഹത്തിൻ്റെ ഒരു സെർമണിൽ അദ്ദേഹം പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ പറയുവാണ്. നമ്മിൽ അനേകർ ചേർച്ചോടെ നടക്കാത്തതിൻ്റെ കാര്യം പലപ്പോഴും രോഗവും നമ്മളെ തോൽപ്പിക്കുന്നതിൻ്റെ കാര്യം നമ്മിൽ ദൈവവചനം ഇല്ലാത്തതാണ്. ദൈവവചനം നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെടുവാൻ നമ്മൾ അനുവദിച്ചാൽ രോഗമോ വേറെന്തെങ്കിലും പ്രശ്നമോ വരുമ്പോൾ നമുക്കതിനെതിരെ നിൽപ്പാനൊരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ടാകും. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്: ദൈവവചനം എടുക്കുക, വായിക്കുക, ഹൃദയത്തിൽ കയറ്റുക. ഇതെൻ്റെ വചനം, എൻ്റെ വചനമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു, എൻ്റെ വചനം ആക്കാൻ ഞാൻ അനുവദിക്കുന്നു. ആ ദൈവവചനം നിങ്ങളുടെ ആവുന്നിടം വരെ നിങ്ങൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ കയറുമ്പോൾ ഒരു പ്രശ്നമോ രോഗമോ വന്നാൽ അതിനെ എതിർക്കാനുള്ള വചനം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ക്രിസ്തുവിലുള്ള ജയജീവിതം നിങ്ങൾ അനുഭവിക്കാനിടയായിത്തീരും. ഇപ്പം എസൻഷ്യലി ഇത് തന്നെയാണ് നമ്മളും കൊണ്ട് കർത്താവിൻ്റെ വചനം വാഞ്ചയോടെ വായിച്ച് കൈക്കൊണ്ട് അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഹൃദയത്തിൽ നിറഞ്ഞ് ആ വാക്കുകളിൽ പ്രതിഫലിക്കുമ്പോൾ കൂടുതൽ എഴുതിയിരിക്കുന്ന വചനം ലോഗോസ് നമ്മുടെ ഉള്ളിൽ റീമയായി മാറും. ആ റീമയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ആ റീമയാണ് നമുക്ക് ആത്മീക വർധന വരുത്തുന്നത്. അപ്പം നമുക്ക് ഇത്രയും നമ്മൾ കണ്ടു, വളരെ ഡീറ്റെയിൽഡായിട്ട് കണ്ടു. ഒരു ഭാഗം കൂടെ വായിച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം, ഒരു ഭാഗം കൂടെ നോക്കിയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പം നമ്മൾ കണ്ടു ഈ ലോഗോസ് റീമയായി മാറുമ്പോഴാണ് നമ്മൾ ആ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ റീമയാണ് നമുക്ക് ആത്മീക വർധന വരുത്തുന്നത്? അപ്പോൾ എക്സാക്ട്ലി എങ്ങനെയാണത് സംഭവിക്കുന്നത്? അതിനോട് ബന്ധപ്പെട്ട് ഒരു ഭാഗം കൂടെ വായിക്കാം. 2 പത്രോസ് 1-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താലും അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുള്ളൂ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴി ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളും. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. പെട്ടെന്ന് 4-ാമത്തെ വാക്യം ക്ലിയറായിട്ട് പറഞ്ഞു. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അതിൻ്റെ അടുത്ത വാക്യം ക്ലിയറായിട്ട് പറഞ്ഞു. സകല ഉത്സാഹം കഴിച്ച് വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനവും. അങ്ങനെ നമുക്ക് മുന്നോട്ട് ക്ലിയറായിട്ട് പറയും. അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകി ദൈവവചനം നമ്മുടെ ഉള്ളിൽ നൽകി. അവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട്
ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാനിടവർ. അവയാൽ എങ്ങനെ ആ ദൈവവചനം വിശ്വാസത്തോടെ വാഞ്ചയോടെ ഏറ്റെടുത്ത് ഹൃദയത്തിൽ നിറഞ്ഞ് നമ്മുടെ വാക്കുകളെ സത്യങ്ങൾ പ്രതിഫലിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന വചനം ലോഗോസ് റീമയായി മാറും. റീമയാണ് നമുക്ക് ആത്മീക വർധന വരുന്നത്. ഈ റീമയാണ് നമ്മളെ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി ഇടവരുന്നത്. ഈ റീമയാണ് നമ്മുടെ വിശ്വാസത്തിന് വീര്യവും വീര്യത്തോടും പരിജ്ഞാനവും സകലവും കൂട്ടുന്നത്. ഇതാണ് നമുക്ക് ആത്മീക വർധന വരുത്തുന്നത്. നാം ഈ ദൈവവചനം വാഞ്ചയോടെ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ, അതിനെ വിശ്വാസത്തോടെ കൈക്കൊള്ളുന്നില്ല എങ്കിൽ, നമ്മുടെ വാക്കുകൾ പ്രതിഫലിക്കുന്നില്ലെങ്കിൽ, ഒരുപക്ഷെ ഈ ലോഗോസ് നമ്മുടെ ഉള്ളിൽ റീമയാകണമെന്നില്ല, നമുക്ക് ആത്മീക വർധന വരണമെന്നില്ല. ആത്മീയ വർധന നമ്മൾ അനുഭവിക്കണമെന്നില്ല. പലപ്പോഴും മനുഷ്യൻ സഭയിൽ വരുന്നു, മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു, മനുഷ്യൻ ആരാധിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പലപ്പോഴും പ്രശ്നമെന്ന് വെച്ചാൽ ദാഹത്തോടെ വിശ്വാസത്തോടെ അവർ വചനം കൈക്കൊള്ളുന്നില്ല. ഈ വചനത്താൽ അവർ ഹൃദയത്തിൽ നിറയ്ക്കുന്നില്ല, അതവരുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുമില്ല. അതുകൊണ്ട് പലപ്പോഴും ഈ ലോഗോസായി തന്നെ ഇരിക്കുന്നു. ജനത്തെ മാറ്റിമറിക്കുന്ന റീമയായി മാറുന്നില്ല. അതുകൊണ്ട് ഒരാത്മീക വർധനവ്, ഒരു സ്വഭാവ രൂപാന്തരം ഒന്നും നമ്മൾ കാണുന്നുമില്ല. പലപ്പോഴും സത്യം ഇതാണ്. ഫിയാൽ നിങ്ങൾ ലോകത്തിനുള്ള മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായിത്തീരും. ഈ ലോഗോസ് വാഞ്ചയോടെ ഏറ്റെടുത്ത് ആ റീമയാൽ മാറി മാത്രമേ അത് നമ്മുടെ ആത്മീക വർധന വരുത്തത്തുള്ളൂ. ആ ദൈവവചനത്താൽ നമ്മുടെ ഹൃദയം നിറഞ്ഞ നമ്മുടെ വാക്കുകൾ പ്രതിഫലിച്ചാൽ മാത്രമേ നമുക്ക് ആത്മീക വർധന ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ലോഗോസായി തന്നെ ഇരിക്കും. അത് റീമയാകണമെന്നില്ല, അത് നമുക്ക് ആത്മീക വർധന വരുത്തണമെന്നില്ല. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ക്രിസ്തുവിലുള്ള ജയജീവിതം നമ്മൾ അനുഭവിക്കുന്നത്. ക്രിസ്തു യേശുവിൽ നമ്മളെ എപ്പോഴും ജയോത്സവം എന്നാണ് ദൈവത്തിന് സ്തോത്രം പൗലോസ് പറഞ്ഞ് നമുക്കും അനുഭവപ്പെടുന്നത് അങ്ങനെയാണ്. പലപ്പോഴും ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. നാം പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ പലപ്പോഴും ദൈവവചനം വിശ്വാസത്തോടെ വാഞ്ചയോടെ വായിച്ച് നമ്മുടെ ഹൃദയത്തിൽ നാം അത് നിറയ്ക്കുന്നില്ല. അതുകൊണ്ട് ഈ ലോഗോസായി തന്നെ ഇരിക്കുന്നു. അത് നമ്മെ മാറ്റിമറിക്കുന്ന, നമുക്ക് ആത്മീക വർധന വരുന്ന, നമുക്ക് വിശ്വാസ വർധന വരുന്ന റീമയായി മാറുന്നില്ല. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോഗോസ് എഴുതിയിരിക്കുന്ന വചനം നമ്മൾ എത്രത്തോളം വിശ്വാസത്തോളം വാഞ്ചയോടെ ഏറ്റെടുത്ത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് എത്രത്തോളം നമ്മുടെ വാക്കുകൾ പ്രതിഫലിക്കുന്നു അത്രത്തോളം ഈ എഴുതിയിരിക്കുന്ന വചനം ലോഗോസ് റീമയായി മാറും. അത്രത്തോളം നാം ആത്മീകമായി മുന്നേറും. ഈ ലോഗോസ് ദൈവവചനം നാം വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നില്ല, വാഞ്ചയോടെ ഏറ്റെടുക്കുന്നില്ല, നാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നില്ല എങ്കിൽ, അത് നമ്മുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നില്ല എങ്കിൽ, സങ്കടത്തോടെ ഞാൻ പറയട്ടെ സഹോദര സഹോദരി, നിങ്ങൾക്ക് ആത്മീക വർധന വരണമെന്നില്ല. വർഷങ്ങൾ എത്ര കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരണമെന്നില്ല. കാരണം ഈ ലോഗോസ് നിങ്ങളെ ഉള്ളിൽ നിങ്ങളെ മാറ്റിമറിക്കുന്ന റീമയായി മാറിയിട്ടില്ല. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ പ്രശ്നം ഇതാണ്. ലോഗോസായി തന്നെ ഇരിക്കും. ദൈവവചനത്തിനായൊരു ദാഹം നമുക്കുണ്ടോ? ദൈവത്തിനായൊരു ദാഹം നോക്കണം. ഈ വചനം വാഞ്ചയോടെ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് നാം നമ്മുടെ വാക്കുകൾ പ്രതിഫലിച്ചത് റീമയാക്കി നമുക്ക് മാറ്റാമോ? ഈ റീമ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും, നമ്മൾ വിശ്വാസം വർധന വരുത്തും. ഈ റീമയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ സമയം ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. വേറൊന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. ദൈവവചനം വിശ്വാസത്തോടെ വാഞ്ചയോടെ ഏറ്റെടുത്ത് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് നമ്മുടെ വാക്കുകൾ പ്രതിഫലിച്ച് ആ റീമയായി മാറട്ടെ. ഈ റീമ എന്നെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. റീമ എനിക്ക് ആത്മീക വർധന വരുത്തട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, എന്നുള്ള സമയത്തിനായി സ്തുതിക്കുന്നു. വചനം ഘോഷിപ്പാൻ അടിയന് തന്ന ബലത്തിനായി നന്ദി പറയുന്നു. പലപ്പോഴും അപ്പാ,
നാം വചനം വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത്ര കങ്കണ വചനത്തിനായൊരു ദാഹമില്ല. നമ്മുടെ ഉള്ളിൽ പല മുൻവിധികളും പല ദുഷ്ടതയും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം മാറ്റി നിന്ന് വചനത്തിനായൊരു ദാഹം നമുക്ക് തരുമാറാണ് പ്രാർത്ഥിക്കും. വചനം വായിച്ച് കേട്ട് വിശ്വാസമേറ്റെടുത്ത് അത് ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാണ് പ്രാർത്ഥി. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നാം വാഞ്ചയോടെ ഈ വിശ്വാസം ഏറ്റെടുക്കുമ്പോൾ അത് നമ്മുടെ വാക്കുകൾ പ്രതിഫലിക്കട്ടെ. ഈ ലോഗോസ് റിട്ടൺ വേർഡ് വെറും ലോഗോസ് ആയിരിക്കുക, അത് നമ്മെ മാറ്റിമറിക്കുന്ന റീമായ മാറട്ടെ. നമുക്ക് ആത്മീക വർധന വരുത്തട്ടെ, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. നമുക്ക് കർത്താവ് അങ്ങയുടെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളായി ഞങ്ങളെ മാറ്റട്ടെ. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. കേൾക്കുന്ന ഓരോരുത്തരും വെച്ചടേയും പ്രാർത്ഥിക്കും. അങ്ങനെ വചനം ക്രിയ ചെയ്തതിനെ സ്തുതിക്കും. ഇന്നത്തെ ദിവസം ഒരു മാറ്റത്തിൻ്റെ ദിവസമായി മാറട്ടെ. എഴുതിയിരിക്കുന്ന വചനം ലോഗോസ് റീമയായി മാറ്റട്ടെ. അങ്ങനെ വലിയ പ്രവർത്തിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. സകല മഹത്വം അങ്ങേക്കാൻ എല്ലാം നസ്രായേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.